ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വീണ്ടും റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിനുശേഷം ഇന്നത്തെ പഠനത്തിലേക്ക് നമുക്ക് പോകാം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യാൽ നീ രക്ഷിക്കപ്പെടും. മതി. നമ്മൾ ഇതിൻ്റെ ആ ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് നമ്മളൊന്ന് നോക്കുമ്പോൾ, റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 5 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് സൂക്ഷ്മമായി നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ഇന്നത്തെ ആ ക്ലാസ്സിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അവിടെ കൊടുത്തിരിക്കുന്ന ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച്. 6-ാമത്തെ വാക്യം നോക്കിക്കേ, വിശ്വാസത്താലുള്ള നീതിയോ. അപ്പോൾ 2 കാര്യമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, ന്യായപ്രമാണത്താലുള്ള നീതിയും, 2, വിശ്വാസത്താലുള്ള നീതി. ഓക്കെ, അപ്പൊ ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് യഹൂദൻ എന്താണ് ചെയ്യുന്നത്? അതിനെ അനുസരിച്ച് സ്വന്തം നീതി സ്ഥാപിപ്പിക്കാനാണ് നോക്കുന്നത്. അതിനെ അനുസരിച്ചൊരിക്കലും ഒരാൾക്ക് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല എന്നുള്ള അറിവ് യഹൂദനില്ലാത്തത് കൊണ്ട് അതിനെ അനുസരിച്ച് അതിൽ പെർഫെക്റ്റായി നീതീകരിക്കപ്പെടാൻ, സ്വന്തം നീതി സ്ഥാപിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന യഹൂദൻ ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ് എന്ന് നമ്മൾ കണ്ടു. ന്യായപ്രമാണത്തിന്റെ അവസാനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ന്യായപ്രമാണത്തെ ഒരു ഓട്ടത്തോട് ഉപമിച്ചാല് ആ ഓട്ടത്തിന്റെ അന്തിമ രേഖ, ദ ഫിനിഷിംഗ് ലൈൻ ആണ് ജീസസ് ക്രൈസ്റ്റ്. എന്ന് പറഞ്ഞാല് ന്യായപ്രമാണത്തിന്റെ ഗോൾ യേശുക്രിസ്തുവാ. ന്യായപ്രമാണം ചൂണ്ടിക്കാണിക്കുന്ന യേശുക്രിസ്തുവാ. യഹൂദൻ ഈ ഓട്ടം ഓടി വരേണ്ടത് ക്രിസ്തുവിലേക്കാണെങ്കിലും യഹൂദൻ ഈ ഓട്ടത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അന്തിമ രേഖയിലേക്ക് വരുന്നില്ല. ഈ ന്യായപ്രമാണത്തെ അനുസരിച്ച് നീതീകരിക്കപ്പെടാൻ, സ്വന്തം നീതി സ്ഥാപിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല. നമ്മൾ ഓൾറെഡി ഇതുവരെയുള്ള പഠനത്തെ കണ്ട്, ഒരു ജഡവും ദൈവസന്നിധിയിൽ ന്യായപ്രമാണം അനുസരിച്ച് നീതീകരിക്കപ്പെടുകയില്ല എന്ന് 1 തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടതാ. കാരണം എന്താ? സകല ജഡവും പാപത്തിന്റെ കീഴെയായിരിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന ആണ് 1 തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് സ്ഥാപിച്ചത്. അതുകൊണ്ട് ന്യായപ്രമാണം അനുസരിച്ച് സ്വന്തം നീതി സ്ഥാപിക്കാൻ കഴിയുകയില്ല. 5-ാമത്തെ വാക്യം, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ മോശ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും. അത് ചെയ്യുന്ന മനുഷ്യൻ ആരും ഇല്ലെന്നാണ് പൗലോസ് ഇതുവരെ സ്ഥാപിച്ചു വന്നത്. ഓക്കെ, അപ്പം ന്യായപ്രമാണത്താൽ ഉള്ള നീതി അനുസരിച്ച്, അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്നൊരു കാര്യം നമുക്ക് ബോധ്യമായി. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്? അതാണ് 6-ാമത്തെ വാക്യം പറയുന്നത്. വിശ്വാസത്താലുള്ള നീതിയോ ഈ വണ്ണം പറയുന്നു. ആ വേർഡ് കണ്ടോ? പറയുന്നു, സ്പീക്ക്. 5-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്താലുള്ള നീതി പറയുന്നു എന്നല്ല, മോശ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ്. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താലുള്ള നീതി ഈ വണ്ണം പറയുന്നു എന്നവിടെ പറയുമ്പോൾ അത് സജീവമായി, ആക്റ്റീവായി നമ്മളോട് പറയുക, സ്പീക്കിംഗ്. ഇപ്പൊ ഞാനിപ്പം നിങ്ങളോട് ഈ മൈക്കിൽ കൂടെ പറയുന്നത് പോലെ വിശ്വാസത്താലുള്ള നീതി നമ്മളോട് പറയുകയാണ്, സ്പീക്ക് ചെയ്യുകയാണ്, സജീവമായി, ആക്റ്റീവായി നമ്മളോട് സംസാരിക്കുന്നു എന്നാണ് ഇവിടെ ആ വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു.
എന്തുവാ വിശ്വാസത്താലുള്ള നീതി പറയുന്നത്? ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറൂ എന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങും എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്താണ് ഈ രണ്ട് വാക്യങ്ങൾ ഉദ്ദേശിക്കുന്നത്? ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറണം. അപ്പൊ ക്രിസ്തുവിനെ ഇറക്കാൻ വേണ്ടി സ്വർഗത്തിൽ പോകണ്ട, ക്രിസ്തുവിനെ കയറ്റാൻ വേണ്ടി ആരും പാതാളത്തിൽ ചെല്ലണ്ട. കാരണം ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഓൾറെഡി വന്നിരിക്കുന്ന കാര്യമാണ്, നടന്നിരിക്കുന്ന കാര്യമാണ്. ക്രിസ്തു ഓൾറെഡി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. എത്ര വാക്യങ്ങളുണ്ട് അല്ലേ? യോഹന്നാൻ 6-ാം അധ്യായത്തിലുണ്ട്, ഞാനാണ് ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. ഓക്കെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. നമുക്ക് യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14, വചനം ജഡം എടുത്തു, the word became flesh and dwelt among us, നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, മൂന്നാം നാൾ ഉയർത്തപ്പെട്ടു പാതാളത്തിൽ. അതാണ് 7-ാമത്തെ വാക്യം. ക്രിസ്തുവിനെ മരിച്ച് 6-ാമത്തെ വാക്യം, അതെ 7-ാമത്തെ വാക്യം, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങണം എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. അപ്പം നമ്മളെ ഈ രണ്ട് വാക്യത്തിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. നമ്മളെ നീതീകരിക്കാൻ വേണ്ടി പ്രവൃത്തി ഓൾറെഡി ദൈവം ക്രിസ്തുവിൽ കൂടെ ചെയ്തിരിക്കുന്നു. അതിന് നമ്മുടെ ഇനി ഒരു പ്രവൃത്തി വേണ്ട നീതീകരിക്കപ്പെടാൻ. കാരണം മനസ്സിലാവുന്നുണ്ടോ? വചനം മനസ്സിലായോ? അപ്പം നമ്മളെ നീതീകരിക്കാൻ വേണ്ടി ക്രിസ്തു വന്നു, താൻ ജീവിച്ചു, താന് നമ്മളെ പഠിപ്പിച്ചു, ദൈവത്തിന്റെ ഹിതം കാണിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തപ്പെട്ടു. അപ്പം ക്രൈസ്റ്റ് ഹാസ് ഓൾറെഡി ഡൺ ദാറ്റ്. ക്രിസ്തു ഓൾറെഡി നമ്മുടെ നീതി, നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള പ്രവൃത്തി അത് ഓൾറെഡി ചെയ്തിരിക്കുന്നു എന്നാണ് ഈ പൗലോസ് പറയുന്നത്. ഇതിനോട് ആധാരമായി നമ്മളൊരു വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മൾ ഇതിനോടകം റോമാലേഖനം പഠിക്കുകയാണെങ്കിൽ ഈ വാക്യം വളരെ നമ്മൾ അത് ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു മനപ്പാഠമായി പഠിക്കേണ്ട ഒരു വാക്യം. ഒത്തിരി ഈ റോമാലേഖനം ഒത്തിരി വാക്യങ്ങൾ നമ്മൾ അങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സുവിശേഷത്തിനെ ക്രോഡീകരിച്ച് പറയുന്ന 2 വാക്യം നോക്കിക്കേ, 24-25. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിലേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളോട് പറയാ 30 സെക്കൻഡ് കൂടെ സുവിശേഷം പറയേ, ഒരു 30 സെക്കൻഡ്, ഇൻ 30 seconds ക്യാൻ യു ടെൽ ദ ഗോസ്പൽ? ഇതാ 24-ാമത്തെ വാക്യം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. അപ്പം കർത്താവ് അന്ന് മരിച്ചു, നമ്മളെ നീതീകരിക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് റോമാലേഖനം 10:6 നമുക്ക് കാണുന്നത്. ഓൾറെഡി ഇത് നടന്നിരിക്കുന്നതാണ്. ഇനി 25-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുവിനെ, കണ്ടോ വേർഡ് കണ്ടോ, കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ആകയാലത്രേ. അപ്പം ആ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവനിൽ, ആരാ കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരിൽ ഉയർപ്പിച്ചത്? പിതാവായ ദൈവം. അപ്പോൾ ആ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് എന്തുണ്ട്? നീതീകരണമുണ്ട്, നീതീകരിക്കപ്പെടുകയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഫിലിമോന്റെ ലേഖനത്തിൽ നീതീകരണത്തെ കുറിച്ചുള്ള നല്ലൊരു ഒബ്ജക്റ്റ് ലെസൺ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഫിലിമോന്റെ ലേഖനത്തിൽ ഞാൻ ഇത് ഓൾറെഡി ഇവിടെ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. ഫിലിമോന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒനേസിമോസ് എന്തോ ചെയ്തിട്ടാണ് ഫിലിമോന്റെ അടുത്തത് ഓടിപ്പോയത് എന്ന് നമുക്ക് ആ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പൗലോസ് അവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി നോക്കിക്കേ, വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഒരു ബെസ്റ്റ് ഒബ്ജക്റ്റ് ലെസൺ ആണത്. ഫിലിമോന്റെ ലേഖനം ഒരു അധ്യായം ഉള്ളല്ലോ, അതിൽ നമുക്കറിയാമല്ലോ. അതിന്റെ 18-ാമത്തെ വാക്യം 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചട്ടെ. 18-ഉം 19.
അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. കണ്ടോ, നീ അവൻ എന്തേലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കണക്കിലോട്ട് ഇടാനാ പറഞ്ഞേ? പൗലോസിന്റെ കണക്കിലോട്ടിടണം. അത് ഞാൻ കൊടുത്ത് അല്ലെങ്കിൽ തന്ന് തീർക്കാം. വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഒരു ഒബ്ജക്ട് ലെസൺ ആയത്. അതായത് കുറ്റം ചെയ്ത പുള്ളി ആരാ? ഒനേസിമോസ്. ശിക്ഷ കെട്ടേണ്ടത് ആർക്കാ? ഒനേസിമോസിന്. പക്ഷേ കണക്കിട്ടതാരുടെ മേളിലാ? പൗലോസിന്റെ മേളിൽ. ഈ പേയ്മെന്റ് ചെയ്യുന്നതാരാ? പൗലോസ്. അങ്ങനെ പേയ്മെന്റ് ചെയ്ത് പൗലോസിന്റെ മേൽ കണക്കിട്ടപ്പോൾ പൗലോസ് അല്ല കുറ്റക്കാരൻ, പൗലോസ് കാരണം ഒനേസിമോസ് എന്തായി? നീതീകരിക്കപ്പെട്ടു. എന്നതുപോലെ ക്രിസ്തുവിൽ എന്റെയും നിങ്ങളുടെയും പാപം എന്ത് ചെയ്തു? കണക്കിടപ്പെട്ടു. ക്രൂശിൽ അങ്ങനെ താൻ മരിച്ചു. ക്രിസ്തുവിന്റെ നീതി അത് എന്റേതേ അല്ല. ക്രിസ്തുവിന്റെ പെർഫെക്റ്റ് നീതി എന്റെ മേൽ സൗജന്യമായി കണക്കിട്ടു. അങ്ങനെ കണക്കിട്ടത് കൊണ്ടാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്. എങ്ങനെ നീതീകരിക്കപ്പെട്ടത്? ഇനിയാണ് നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ, 10-ാം അധ്യായത്തിന് 5-ാം വാക്യം എന്താ? ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും. അത് ചെയ്യുന്ന ആരുമില്ല, ഒരുത്തനുമില്ല, ഒരു നീതിമാനുമില്ല എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. എന്നാൽ 6-ാമത്തെ വാക്യം വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. ക്രിസ്തുവിനെ ഇറക്കാനോ ക്രിസ്തുവിനെ കയറ്റണോ എന്ന് നിങ്ങൾ ഹൃദയത്തിൽ നിരൂപിക്കേണ്ട. പിന്നെന്താ? 8-ാമത്തെ വാക്യം, എന്നാൽ അത് എന്തു പറയുന്നു? എന്നാൽ അത് എന്തു പറയുന്നു? എന്താ പറയുന്നേ? വചനം നിനക്ക് സമീപേ, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പൊ അത് അങ്ങ് ദൂരെയല്ല, അങ്ങ് സ്വർഗത്തിൽ പോകണ്ട, അങ്ങ് പാതാളത്തിൽ പോകണ്ട. വചനം നിനക്ക് സമീപേ, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാല് സ്വർഗത്തിൽ പോയി കർത്താവിനെ കൊണ്ടുവരണം, അങ്ങ് എന്തോ പാടല്ലേ. പാതാളത്തിൽ പോയി ക്രിസ്തുവിനെ കയറ്റി കൊണ്ടുവരണം, എന്തോ പാടല്ലേ. ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് ഓൾറെഡി, പിതാവായ ദൈവം ക്രിസ്തുവിന് ഓൾറെഡി ആ പ്രവൃത്തി ചെയ്തു. ആ ചെയ്ത പ്രവൃത്തി വളരെ ക്ലോസാ, നമുക്ക് വളരെ അടുത്താ, അങ്ങ് ദൂരമുള്ള കാര്യമല്ല അല്ലേ. ഇപ്പൊ കർത്താവ് നമ്മളോട് എല്ലാവരോടും പറയുക, രക്ഷപ്പെടണമെങ്കിൽ മൗണ്ട് എവറസ്റ്റിന്റെ മണ്ടയിൽ നിങ്ങൾ ഒന്ന് കയറണം എന്ന് പറഞ്ഞാല് ഞാൻ ഏതായാലും പോകത്തില്ല. നിങ്ങൾ പോവോ? മൗണ്ട് എവറസ്റ്റിന്റെ മണ്ടയിൽ കയറി ചെന്ന് കൊടി നാട്ടുന്ന മനുഷ്യൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞാല് പോയി, അവിടെ ചാപ്റ്റർ ക്ലോസ്. അത് ഇമ്പോസിബിൾ ആയിരിക്കുന്ന കാര്യമാ. അപ്പൊ ഇവിടെ പറയുന്ന ആശയം മനസ്സിലാക്കണം, ഇതൊരു ഇമ്പോസിബിൾ ആയിരിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ അടുക്കലുണ്ട്. ആലോചിച്ച് നോക്കിക്ക്, ഇത്രയും അരികിൽ ഇരിക്കുമ്പോഴും അനേകരത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഭാഗ്യവശാൽ നമുക്കത് മനസ്സിലായി, നമ്മളത് വിശ്വസിച്ചല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്കായി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇത്ര അടുത്തിരിക്കുമ്പോഴും, ഇത്ര അരികെ ഇരിക്കുമ്പോഴും അനേക ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അത് മനസ്സിലാകാതെ പോയി. കർത്താവേ, ഈ എളിയവനായ എനിക്ക്, ഞങ്ങൾക്ക് ഇതവിടുന്ന് ദാനമായി കണ്ണു തുറന്ന് തന്നതേക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം എന്നാൽ അതെന്തു പറയുന്നു? ഏത്? വിശ്വാസത്താലുള്ള നീതിയെക്കുറിച്ചുള്ള കാര്യം എന്തു പറയുന്നു? വചനം നിനക്ക് സമീപേ, നിന്റെ വായിൽ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. എന്താ വായിൽ ഹൃദയത്തിൽ ഇരിക്കുന്ന വചനം? എന്താ ഇവിടെ പ്രിയരെ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു ദുരുപദേശം വളരെ ശ്രദ്ധിക്കണം. എന്താണ്? നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന വചനം നമ്മൾക്ക് മനസ്സിൽ വരുന്ന തോന്നുന്ന കാര്യം കർത്താവ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ നടത്തുമെന്ന് പറയുന്ന പ്രഖ്യാപനങ്ങളല്ല. കൃത്യമായി മനസ്സിലാക്കണം ഈ വചനം എന്താ. ഈ വചനം അടുത്ത പദം നോക്കിക്ക, പൗലോസ് എന്താ പറയുന്നത്? അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അല്ലാതെ നമ്മുടെ വായിൽ എന്തെങ്കിലും വന്ന് തോതി പറയുന്ന വചനമല്ല.
ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനമത്രേ. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുന്ന മാർഗം എങ്ങനെ? വചനത്തിൽ കൂടെയാ. എന്തോ വചനം? ഏത് വചനം? എങ്ങനെയുള്ള വചനം? പൗലോസോട് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ പൗലോസ് പ്രസംഗിക്കുന്ന. ഇപ്പൊ നമ്മൾക്കൊന്ന് നോക്കാം, പൗലോസ് എന്തുവായി പ്രസംഗിക്കുന്നത്? അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? പൗലോസ് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനമാണ് നിങ്ങളെ വിശ്വാസത്താൽ നീതീകരിക്കുന്നത്. അപ്പോൾ പൗലോസ് എന്തുവാ പ്രസംഗിച്ചത്? 1-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 9-ാമത്തെ വാക്യം, 1:9. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അവിടെ വാക്ക് കണ്ടോ? അവിടുത്തെ വാക്ക് കണ്ടോ? തൻ്റെ പുത്രനെ കുറിച്ച്, അവന്റെ പുത്രനെ കുറിച്ചുള്ള 10-ാമത്തെ വാക്കാണ് മലയാളത്തിൽ. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ. അപ്പോൾ പൗലോസ് പ്രസംഗിക്കുന്നത് എന്തുവാ? ദൈവത്തിന്റെ പുത്രന്റെ സുവിശേഷമാണ് പൗലോസ് പ്രസംഗിക്കുന്ന വചനം. അപ്പോൾ വിശ്വാസ വചനം എന്നിവിടെ പറയുന്നത് സുവിശേഷത്തെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം, ദൈവത്തിന്റെ പുത്രന്റെ സുവിശേഷത്തെ കുറിച്ചാണ് അത് പറയുന്നത്. 15-ാമത്തെ വാക്യം, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. 15-ാമത്തെ ഇംഗ്ലീഷ് പറയുന്നത് സോ ഫോർ മൈ പാർട്ട് ഐ എം ഈഗർ ടു പ്രീച്ച് ദി ഗോസ്പൽ, സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പോൾ ഈ വാക്യങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ 1-ാം അധ്യായത്തിന്റെ മലയാളത്തിൽ തോന്നുന്നു 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും അതേ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു 6-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. 6-ാമത്തെ വാക്യമാണ് മലയാളത്തിലുള്ളത്. അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വം പ്രാപിച്ചു. അപ്പം എന്തിനാ കൃപയും അപ്പോസ്തലത്വം പ്രാപിച്ചത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ച് കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ എന്ത് വരണം? വിശ്വാസത്തിനനുസരണമായ പ്രവൃത്തി അവർ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് പൗലോസിനെ ദൈവം വേർതിരിച്ച് സുവിശേഷ ഘോഷണത്തിന് വേണ്ടി കർത്താവ് പൗലോസിന് എന്ത് ചെയ്തിരുന്നത്? അപ്പോസ്തലത്വവും കൃപയും കൊടുത്തത്. ആ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാൻ സുവിശേഷം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, റോമിലേക്ക് വന്ന് ഈ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ റെഡിയാണ്, തയ്യാറാണെന്ന് പറയുക. അപ്പം നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യം അവിടെ കൊടുത്തിരിക്കുന്നത് അത് ഏത്? ആ വചനം, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അപ്പോൾ വിശ്വാസ വചനം എന്നിവിടെ വിളിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ വചനമാണ് എന്ന് കൃത്യമായി ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ഈ വിഷയത്തിന് ഊന്നൽ കൊടുക്കുന്നതെന്ന് അറിയാമോ? ഈ വിശ്വാസ വചനം നമ്മുടെ വായിൽ ഉണ്ട്, അത് വാ തുറന്ന് പ്രഖ്യാപിക്കണമെന്ന് 9-ാമത്തെ വാക്യത്തിലുണ്ട്, ഇല്ലേ? 9-ാമത്തെ വാക്യം നോക്കി, യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റു പറയണം. അപ്പൊ നമ്മുടെ വായിൽ ഈ വിശ്വാസ വചനം നമ്മൾ ഏറ്റു പറയണം. നമുക്ക് അധികാരമുണ്ട്, നമ്മൾ എന്ത് ഏറ്റു പറഞ്ഞാലും അതുപോലെ നടക്കും എന്ന് പറയുന്ന ഒരു ദുരുപദേശം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉളവായത്. അവര് പറയുന്നത് ദൈവമക്കൾ ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം ദൈവത്തെ പോലെ നമ്മുടെ നാവിൽ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ദൈവം എങ്ങനെ വാ തുറന്ന് വചനം സംസാരിച്ചപ്പോൾ സൃഷ്ടി ഉണ്ടായോ എന്നതുപോലെ നമ്മുടെ നാവിൽ അധികാരമുണ്ട്. നാം പറയുന്ന കാര്യം
പ്രഖ്യാപിക്കുമ്പോൾ അത് നടക്കും. അത് രോഗസൗഖ്യമാകട്ടെ, മരിച്ച ഒരാളാകട്ടെ, വായും കൊണ്ടങ്ങ് പ്രഖ്യാപിക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, തിരുവല്ലയിലാണ് താമസിക്കുന്ന, അടുത്തൂടെ ഏതെങ്കിലും ആംബുലൻസോ അല്ലെങ്കിൽ മോർച്ചറി കൊണ്ടുവന്ന ആരെങ്കിലും ജഡം ഉണ്ടെങ്കിൽ പുള്ളിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആരെയും കൈ തൊടത്തില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച് പുള്ളിയെ എന്ത് ചെയ്യും, മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എന്നൊക്കെ പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ കാണുവാനിടയെത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, അവിടെയും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ആരെയും കൈ തൊടത്തില്ല, ആ ഡെഡ് ബോഡിയുടെ മേളിൽ കൈ തൊടത്തില്ല, ഞങ്ങളത് പ്രഖ്യാപിക്കും. അപ്പം ഇങ്ങനെയുള്ള ദുരുപദേശം, ഇങ്ങനെയുള്ള വാക്യങ്ങളെ അടർത്തിയെടുത്താണ് ദുരുപദേശം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ വായിൽ അധികാരമുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ അത് പ്രഖ്യാപിക്കണം, പ്രസംഗത്തിൽ അത് പ്രഖ്യാപിക്കണം, പ്രവചനത്തിൽ അത് പ്രഖ്യാപിക്കണം. പ്രഖ്യാപിക്കുമ്പോൾ നടക്കും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ, തിരുവചനപ്രകാരമുള്ളതല്ല. എനിക്ക് വചനത്തിൽ കൂടെ ഒരു കാര്യം പറയണമെങ്കിൽ അത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവമായിരിക്കണം. ആത്മാവ് നയിക്കണം. ആത്മാവ് തിരുവചനത്തിൽ കൂടെയാണ് നയിക്കുന്നത്, അല്ലാതെ എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ബ്രദറെ, രോഗികൾ സൗഖ്യമാവത്തില്ലേ? ഞാൻ വിശ്വസിക്കുന്നു രോഗികൾ സൗഖ്യമാകും. മരിച്ചവർ ഉയർക്കത്തില്ലേ? ഞാൻ വിശ്വസിക്കുന്നു മരിച്ചവർ പ്രാർത്ഥനയിൽ ഉയർത്തപ്പെടുന്നു, ഞാൻ വിശ്വസിക്കുന്നു. പ്രവചനമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട് പ്രവചനം. എന്നാൽ ഇതിനെല്ലാം തിരുവചനമാണ് ബേസ്, ആധാരം. ആത്മാവ് നയിക്കുക, ആത്മാവ് എന്നെ ലീഡ് ചെയ്യുക, ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് പറയണം എന്ന് ലീഡ് ചെയ്യുമ്പോൾ ആത്മാവിന്റെ ഗൈഡൻസിൽ തിരുവചനത്തോട് ബൗണ്ടറി വിടാതെ ചെയ്യുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും എന്ന് നാം വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ വചനത്തെ അടർത്തിയെടുത്ത് മറ്റു ഉദ്ദേശങ്ങളും ദുരുപദേശങ്ങളും അത് കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം വിശ്വാസ വചനം എന്നിവിടെ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ചാണ്. പൗലോസ് പ്രസംഗിച്ച യേശുവിന്റെ സുവിശേഷത്തെക്കുറിച്ചാണ്. ഈ സുവിശേഷ വചനം വിശ്വസിക്കുന്നവനാണ് നീതീകരിക്കപ്പെടുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ സുവിശേഷ വചനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷ വചനം വിശ്വസിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് കാണുന്ന വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ വചനം എന്നൊക്കെ പറയുന്നത് അത് ഭൗതികമായിരിക്കുന്ന നന്മകളും കൂടുതലും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷേ ഇവിടെ വിശ്വാസ വചനം എന്ന് പറയുന്നത് ഭൗതിക നന്മയെക്കുറിച്ചേ അല്ല. ഒരു ഭൗതിക നന്മയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടില്ല. അവിടെ കൊടുത്തിരിക്കുന്നത് പാപിയായിരിക്കുന്ന വ്യക്തിയെ എങ്ങനെ ദൈവം നീതീകരിക്കുന്നു, ഈ വിശ്വാസ വചനം വിശ്വസിക്കുന്ന. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 9-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 10:9. യേശുവിനെ കർത്താവ് എന്ന് വായും കൊണ്ട് ഏറ്റുപറയുകയും. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, യേശുവിനെ ഒരു രോഗസൗഖ്യം നൽകുന്നവനായിട്ടൊന്നും ഏറ്റുപറയുന്നതല്ല, യേശുവിനെ വഴിയൊരുക്കുന്നവനായിട്ട് ഏറ്റുപറയുന്നതല്ല, യേശുവിനെ യെരിഹോവിന്റെ മതിൽ വീഴ്ത്തുന്നവനായിട്ട് ഏറ്റുപറയുന്നതല്ല. കർത്താവ് അതൊക്കെ ചെയ്യുമോ? ചെയ്യാം, ചിലപ്പോൾ ചെയ്തില്ലെന്നും വരാം. എബ്രായ ലേഖനം 11-ാം അധ്യായം നല്ലതുപോലെ മനസ്സിലിരുത്തി ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നു, ചില കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നില്ല എന്ന് അവിടെ മനസ്സിലാക്കണം. എല്ലാ കാര്യവും ചെയ്യുന്നതായിട്ട് 11-ാം അധ്യായം എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്ക് കാണുന്നത്. ചിലർക്ക് ചമ്മട്ടി കൊണ്ടടി, ചിലർക്ക് വാളിന് രക്ഷ കിട്ടി, ചിലരെ മരിച്ചുള്ള സൗര്യമാർക്ക് മരിച്ചുള്ള ഉയർപ്പ് കിട്ടി, ചിലർക്ക് ഉയർപ്പ് കിട്ടിയില്ല. അപ്പോൾ കിട്ടാത്തവർക്ക് വിശ്വാസം ഇല്ലെന്നാണോ? ഒരിക്കലുമല്ല. അത് ദൈവത്തിന്റെ പരമാധികാരത്തിലിരിക്കുന്ന വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമോ നമ്മുടെ പോസിറ്റീവ് ആയിരിക്കുന്ന പ്രൊക്ലമേഷനോ അല്ല. ഇറ്റ് ഇസ് ഗോഡ് സോവർണിറ്റി, ദൈവത്തിന്റെ പരമാധികാരം. ഓക്കെ, ഇനി ആ വേർഡ് കണ്ടോ, യേശുവിനെ കർത്താവ് എന്ന്. ജീസസ് ഇസ് ദ ലോർഡ്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ആ കാര്യത്തിൽ യഥാർത്ഥമായി നമ്മളൊന്ന് മനസ്സിൽ ഇരുത്തി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ അങ്ങനെ കർത്താവേ എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി യേശു എൻ്റെ ജീവിതത്തിന്റെ കർത്താവാണോ? എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം ചെയ്യുന്നതല്ലേ എൻ്റെ അർത്ഥം? അതായത് എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്തൃത്വം ചെയ്യുന്നവൻ. മത്തായി 11:21 നമുക്കറിയാം, 29.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞ കർത്താവ് 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പൊ കർത്താവ് നമ്മളെ വിളിക്കുന്നത് കർത്താവിന് മുഖം എടുക്കാനല്ലേ? ആ മുഖം എന്ന് പറയുന്നത് യേശുവിന്റെ കർത്തൃത്വത്തെ കാണിക്കുന്നത്. ആ മുഖത്തിന്റെ കീഴിൽ ഒരു മൃഗം ഇരുന്ന് ആ മറ്റു മൃഗത്തെ കണ്ട് പഠിക്കുന്നത് പോലെ യേശുവിന്റെ മുഖത്തിന്റെ കീഴെ വന്ന് അവനെ കണ്ട് ക്രിസ്തുവിന്റെ ആ സൗമ്യത അനുദിനം പഠിച്ച് ക്രിസ്തുവിനെ പോലെ ആകാനല്ലേ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? അല്ലേ കർത്താവിന്റെ അർത്ഥം ലോർഡ്ഷിപ്പ്. അപ്പം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന, സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരോടും നമുക്ക് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണുമ്പോൾ കാണാൻ കഴിയുന്നത് യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുവിശേഷ പ്രസംഗ ഘോഷണത്തിൽ. നമ്മൾ ഓൾറെഡി കണ്ടില്ലേ, അപ്പോസ്തല പ്രവൃത്തി 2:36 പത്രോസ് പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ the one whom you condemned, the God has made him Christ and the Lord. യേശു പിതാവായ ദൈവം അവരെ ക്രിസ്തുവും കർത്താവുമായി വച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഇസ്രായേൽ ഗൃഹം അറിയണം. ഇത് കേട്ടപ്പോഴാണ് അവരുടെ ഹൃദയം കുത്തുകൊണ്ടത്. ഇത് കേട്ടപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ അവർക്ക് പാപബോധമുണ്ടായത്. ദിസ് ജീസസ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ദ ലോർഡ്. അപ്പൊ യേശു കർത്താവാണെന്ന് പത്രോസ് പ്രസംഗിക്കുക. ജയിലറിനോട് പത്രോസ് പറഞ്ഞ കാര്യം എന്താ? കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബം എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷ അവിടെ കൊടുക്കുന്ന രക്ഷപ്പെടും എന്ന് പ്രോമിസ് ചെയ്യുന്നത് എന്താ പറഞ്ഞോണ്ടാ? ജീസസ് ഈസ് ലോർഡ്. യേശു കർത്താവെന്ന് പറഞ്ഞിട്ടാണ് രക്ഷപ്പെടും എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വാ ജയിലറെ, നീ ഇപ്പൊ സാധാ ജയിലറല്ലേ, നീ കർത്താവിനെ സ്വീകരിക്കുന്ന, നീ ഒരു മജിസ്ട്രേറ്റ് ആകാൻ പോവാ. നീ ഒരു മജിസ്ട്രേറ്റ് ആകാൻ പോവാ. നിന്റെ മേൽനോട്ടത്തിൽ ഒരു 13 ജയില് വരാൻ പോവാ. ഇത് പറഞ്ഞിട്ടാണോ പൗലോസ് ആ വ്യക്തിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്? ഒരിക്കലുമല്ല. ഭൗതികമായിരിക്കുന്ന ഒരു വാഗ്ദാനം കൊടുത്തിട്ടല്ല പൗലോസ് ജയിലറിനോട് സുവിശേഷം പറഞ്ഞത്. കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. നോക്കിക്കേ, അന്നത്തെ കാലത്തിൽ യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നത് ജയിലറിന്റെ പണി പോകുന്ന കേസാ, ജയിലറിന്റെ ജീവിതം പോകുന്ന കേസാ. ഇതാണ് ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിനെ കർത്താവ് എന്ന് വാങ്ങൊണ്ട് ഏറ്റുപറയും. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. അപ്പൊ നോക്കിക്കേ, അവിടെ വായ കൊണ്ട് ഏറ്റുപറയുക മാത്രമല്ല. മത്തായി 7:21 നമുക്കറിയാം, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല. അപ്പം ഒരു ഔട്ട്വേർഡായിട്ട് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല, ആ പറയുന്ന കാര്യത്തിൽ ഹൃദയം കൂടെ ഉണ്ടാകണം, നമ്മുടെ വോൾ പേഴ്സൺ. അത് വളരെ ഇമ്പോർട്ടൻ്റാ. അത് രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസ് അല്ല ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത്. രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഹൃദയം കൊണ്ട് ഇത് വിശ്വസിക്കണം. എന്താ വിശ്വസിക്കണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത് എന്താ? ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടത്, ഹൃദയം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കാർഡിയ എന്നുള്ള വേർഡാണ്. അവിടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഓർഗൻ ആർട്ടിനെ കുറിച്ചല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിൽ, നമ്മുടെ പേഴ്സൺ, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഇച്ഛ, നമ്മുടെ എല്ലാം ഞാനായിരിക്കുന്ന വ്യക്തി മുഴുവനും അതെന്തോ വിശ്വസിക്കണ്ടേ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തോ വിശ്വസിക്കണ്ടേന്ന് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ദൈവം അവനെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാം. അപ്പൊ ഒരു ചോദ്യം, ബ്രദറെ, അത് മാത്രം വിശ്വസിച്ചാൽ മതിയോ? യേശുവിന്റെ ഉയർപ്പ് മാത്രം വിശ്വസിച്ചാൽ മതിയോ? ആ ഒരു ഇവന്റ് മാത്രം വിശ്വസിക്കാനല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പ്രത്യേകത ദ whole കോംപ്ലക്സ് ഓഫ് ട്രുത്ത് കണക്റ്റഡ് വിത്ത് ജീസസ് എന്ന് പറഞ്ഞാൽ
യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം സാക്ഷീകരിച്ച സകല കാര്യവും വിശ്വസിക്കണം. ഒന്നുകൂടെ പറയാം. പിതാവായ ദൈവം പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യവചനങ്ങളെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിൽ വെളിപ്പാടിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല കാര്യവും വിശ്വസിക്കണം. യേശുവിന്റെ ഇൻകാർണേഷൻ വിശ്വസിക്കണോ? മനുഷ്യനായി ഭൂമിയിൽ വന്നത് വിശ്വസിക്കണോ? വിശ്വസിക്കണം. യേശു പൂർണ്ണ എന്ന് ദൈവം വിശ്വസിക്കണോ? വിശ്വസിക്കണം. യേശു പൂർണ്ണ മനുഷ്യനെന്ന് വിശ്വസിക്കണോ? വിശ്വസിക്കണം. യേശു പാപം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കണോ? വിശ്വസിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജീസസിന്റെ എൻറ്റയറിറ്റി, ഹൂ ഇസ് ക്രൈസ്റ്റ്? ആരാ ക്രൈസ്റ്റ്? ഹൂ ഇസ് ക്രൈസ്റ്റ്? യോഹന്നാൻ 1:1, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപേ ഹി വാസ് ദേർ ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ ക്രിയേഷൻ. ഈ സൃഷ്ടിക്ക് മുൻപേ യേശു ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കണം. യേശുവിന് ആദ്യമില്ല അവസാനമില്ല നമ്മൾ വിശ്വസിക്കണം. സ്തോത്രം. ജീസസ് ഇസ് ദ റിപ്രസെന്റേഷൻ ഓഫ് ഗോഡ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. യേശു പിതാവിനെ കുറിച്ച് പറയുന്ന റെവലേഷൻ വേറൊരു മനുഷ്യനും നൽകിയിട്ടില്ല എന്ന് വിശ്വസിക്കണം. അല്ലേ? 1:18, യോഹന്നാൻ 1:18 നമുക്കറിയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ജീസസ് ദൈവത്തെക്കുറിച്ച്, പിതാവിനെ കുറിച്ച് നൽകിയ വെളിപ്പാട് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു വെളിപ്പാട്, അങ്ങനെ ഒരു റെവലേഷൻ ഒരു മനുഷ്യനും നൽകാൻ കഴിയത്തില്ല, തന്നിട്ടുമില്ല എന്ന് നാം വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായം അതിന്റെ 33, അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. അവന്റെ സാക്ഷ്യം, അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ എന്തോ പറയുന്നത് അറിയാമോ? ദൈവം സത്യവാൻ എന്ന് പറയാം. ഗോഡ് ഇസ് ട്രൂ. എന്നിട്ട് എന്തോ സാക്ഷ്യം? 34-ാമത്തെ വാക്യം, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് നൽകിയ റെവലേഷൻ ഉലകത്തിലെ ഒരു മനുഷ്യന് നൽകാൻ പറ്റത്തില്ല. യോഹന്നാനായി പറയുന്നത്. മോശയ്ക്കോ ഒരു പ്രവാചകനോ അതെ, ഈ പ്രവാചകന്മാർക്ക് ഭാഗ്യഭാഗമായി ദൈവം സംസാരിച്ചു. എബ്രായലേഖനം 1:1, തന്റെ പുത്രനിൽ കൂടെ God has spoken through his son at this end times. അപ്പൊ പുത്രൻ നൽകുന്ന ആ റെവലേഷൻ പ്രവാചകന്മാർക്കോ മോശയ്ക്കോ ഒരാൾക്ക് പോലും നൽകാൻ കഴിഞ്ഞില്ല. ജീസസ് ഇസ് സുപ്പീരിയർ ടു ഓൾ. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നത്. അളവ് കൂടാതെ ആത്മാവിനെ പ്രാപിച്ച ക്രിസ്തു, അനോയിന്റഡ് ക്രൈസ്റ്റ്. 35-ാമത്തെ വാക്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. ഇനി 31-ാമത്തെ വാക്യം നോക്കിക്കേ. 31-ാമത്തെ വാക്യം 3:31, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. മേളിൽ നിന്ന് വരുന്നവൻ, സ്തോത്രം, മേളിൽ നിന്ന് വന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. ആ മേളിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ എന്ന് പറഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കുറെ ശിഷ്യന്മാർ വന്നിട്ട് യോഹന്നാനോട് പറഞ്ഞു, അയ്യോ നീ സാക്ഷ്യം പറഞ്ഞ ആ വ്യക്തി ഇതുകൊണ്ട് അപ്പുറത്ത് സ്നാനപ്പെടുത്തുന്നു, എല്ലാവരും അവന്റെ അടുക്കലേക്ക് പോകുന്നു. അപ്പൊ യോഹന്നാൻ പറയുക, നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ വന്നത് ആൾക്കാരെ കൂട്ടി എന്റെ ഫോളോവർ ആക്കാൻ വേണ്ടിയാണോ?
ഞാൻ ഇതിൽ സന്തോഷിക്കുന്നു. ആൾക്കാരല്ലേ ക്രിസ്തുവിന്റെ യേശുവിന്റെ അടുക്കൽ പോകുന്നത് ഞാൻ സന്തോഷിക്കുന്നു. കാരണം എന്താ? അത് പറഞ്ഞിട്ടാണെന്ന് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മേളിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. വ്യത്യാസം കണ്ടോ? യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഭൗമികനാ, ഞാൻ ഭൂമിയിൽ നിന്ന് വന്നവനാ. എന്നാൽ ക്രിസ്തുവോ മേളിൽ നിന്ന് വന്നു, എല്ലാവർക്കും മീതെയായിരിക്കുന്നു. എല്ലാ രാജ്യത്തിനും, എല്ലാ രാജാക്കന്മാർക്കും, എല്ലാ അധിപതികൾക്കും, എല്ലാത്തിനും മീതെയാണ്. ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി അവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾ വിശ്വസിക്കണം ഹൃദയം കൊണ്ട്. അല്ലാതെ യേശു എനിക്ക് സൗഖ്യം നൽകുന്നു, യേശു എന്നെ കടഭാരം മാറ്റുന്നു, യേശു എന്നെ അത് ചെയ്യും, യേശു എന്നെ ഇത് ചെയ്യും, ഇത് വിശ്വസിക്കുമ്പോഴല്ല രക്ഷപ്പെടുന്നത്. ഇത് വിശ്വസിക്കണം. ഏത്? സകലത്തിനും മീതെയായിരിക്കുന്നത്. ജീസസ് ഇസ് ദ ലോർഡ്, ജീസസ് ഇസ് ദ വേർഡ്, ജീസസ് ഇസ് ദ വെരി റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വെളിപ്പാടാകുന്നു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കണം. യേശു പൂർണ്ണ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കണം. യേശു പൂർണ്ണ ദൈവമാണ്. ആ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, അത് ഞാൻ വിശ്വസിക്കണം. സ്തോത്രം. ഒരു വ്യക്തിയിൽ രണ്ട് പേഴ്സൺസ്, ഗോഡ് ആൻഡ് മാൻ. ജീസസ് ഇസ് ഗോഡ് ആൻഡ് മാൻ. പ്രൈസ് ദി ലോർഡ്. ഇനി മേളിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ ഉള്ളവൻ ഭൗമികനാകുന്നു. ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതത്രേ സാക്ഷീകരിക്കുന്നത്. സ്തോത്രം. അന്നേരം 32-ാമത്തെ വാക്യം നോക്കിക്കേ. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അപ്പൊ കൈക്കൊള്ളാത്ത ആൾക്കാര് രക്ഷിക്കപ്പെടത്തില്ല. കൈക്കൊണ്ട നമുക്കോ രക്ഷയുണ്ട്, നീതീകരണമുണ്ട്. ഓക്കെ, ഈ അർത്ഥത്തിൽ വേണം റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ ആ വാക്യത്തെ നമുക്ക് കാണാൻ. എന്തുവാ അവിടെ വായിച്ചത്? 10:9 യേശുവിനെ കർത്താവ് എന്ന് വായും കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. അപ്പൊ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ ആ റിസറക്ഷൻ ഇവന്റ് മാത്രമല്ല നാം വിശ്വസിക്കേണ്ടത്, ദി ഹോൾ കോംപ്ലക്സ് ഓഫ് ട്രുത്ത്. അത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അത് ഹൃദയം കൊണ്ട് ഇന്റലക്ച്വലായിട്ട്, കോഗ്നിറ്റീവായിട്ട്, ഡീപ്പ് ഇൻ അവർ മൈൻഡ് ആൻഡ് അവർ വിൽ ആൻഡ് അവർ ഹാർട്ട്, ഇൻ അവർ പേഴ്സൺ. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 10,000 പേര് നമ്മുടെ എതിരെ വന്നിട്ട് യേശു ദൈവമല്ലെന്ന് പറഞ്ഞാലും യേശു ദൈവമാണെന്ന് 1% പോലും അവിശ്വാസം വരാത്തുള്ളതുപോലെ പക്കയായിട്ട് ആ പാറമേൽ നിൽക്കുന്ന ആ ഹൃദയത്തിൽ ഉറപ്പ്, ആ നങ്കൂരം, ആ ആങ്കർ, ക്രിസ്തു ആരാണെന്ന് ആ ഉറപ്പ് ഇല്ലേ? പൗലോസിന്റെ ജീവിതത്തിൽ എത്രയൊക്കെ ജീവിതത്തിൽ ആപത്തുകളും അനർത്ഥങ്ങളും വിശ്വാസികളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നും പരീക്ഷകളും എത്രയെല്ലാം വന്നിട്ടും പൗലോസ് പറയുന്നറിയോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ഐ നോ ഹും ഐ ബിലീവ്. കണ്ടോ, അപ്പൊ ഇത്രയോ സാഹചര്യങ്ങളുടെ നടുവിൽ നങ്കൂരം വെച്ചിരിക്കുന്നത് തനിക്ക് ഇതുവരെ ലഭിച്ച ആ ശുശ്രൂഷയുടെ സക്സസിലല്ല തൻ്റെ നങ്കൂരം വെച്ചിരിക്കുന്നത്. ഒത്തിരി സവാള് സ്ഥാപിച്ചു, അതിലല്ല നങ്കൂരം. അതിലൊന്നുമല്ല തൻ്റെ പ്രോഗ്രസ്സിലോ തൻ്റെ റെവലേഷനിലോ തനിക്ക് കിട്ടിയ വെളിപ്പാടിലോ ഇതിലൊന്നുമല്ല നങ്കൂരം വെച്ചിരിക്കുന്നത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ആ നങ്കൂരം, ആ ഹോപ്പ് വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവെന്ന് പറയുക മാത്രമല്ല, ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുമ്പോൾ യേശുവിനെ എൻ്റെ കർത്താവ് ആക്കിയവരാണ് പറയുന്നത്. ആക്കിയവര്, ക്രിസ്തുവിനെ കർത്താവാക്കിയവരാണ് വായം കൊണ്ട് ഏറ്റു പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രിസ്തു ദൈവമാണെന്ന് അല്ലെങ്കിൽ കർത്താവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ക്രിസ്തുവിനെ കർത്താവെന്ന്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് സെയിങ് ബട്ട് മേക്കിംഗ് ക്രൈസ്റ്റ് അവർ ലോർഡ്
ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 10ാമത്തെ വാക്യം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായും കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ആ 9ാമത്തെ വാക്യം തന്നെയാണ്, അതിന് അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് 10ാമത്തെ വാക്യം. അപ്പൊ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു. അപ്പം ന്യായപ്രമാണത്താലുള്ള നീതി എന്താ പറയുന്നത്? അത് ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കും. എന്നാൽ വിശ്വാസത്താലുള്ള നീതി എന്താ പറയുന്നത്? യേശുവിന്റെ ഈ സുവിശേഷ വചനത്തെ വിശ്വസിക്കുന്ന മനുഷ്യൻ നീതീകരിക്കപ്പെടും. അവിടെ ആ വിശ്വാസവും നീതിയും അത് ഒരുപോലെ കിടക്കുകയല്ലേ? നോക്കിക്കേ 10ാമത്തെ വാക്യം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായും കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. അപ്പൊ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുകയുടെ അർത്ഥം എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു, യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്നതിന്റെ അർത്ഥം നീതീകരിക്കപ്പെടുക എന്നാണ്. വിശ്വാസത്താൽ ഞാൻ എന്ത് ചെയ്തു? പാപിയായിരുന്ന ഞാൻ നീതീകരിക്കപ്പെട്ടു എന്നാണ് രക്ഷിക്കപ്പെട്ടതിന്റെ അർത്ഥം. ആരും ചോദിക്കുക, ബ്രദർ രക്ഷിക്കപ്പെട്ടാന്നോ? രക്ഷിക്കപ്പെട്ടത് എങ്ങനെ അറിയാം? അത് ഞാൻ 1999 ഫെബ്രുവരി മാസം 13 സ്നാനപ്പെട്ടു. അയ്യോ, അതല്ല, രക്ഷിക്കപ്പെട്ടോന്നാ ചോദിച്ചത്. രക്ഷിക്കപ്പെട്ട ആളാണ് സ്നാനപ്പെടേണ്ടത്. എന്താ രക്ഷിക്കപ്പെടുകയുടെ അർത്ഥം? യേശുവിനെ ഞാൻ വിശ്വസിച്ചു, ആ സുവിശേഷ വചനം വിശ്വസിച്ചു, പാപിയായിരുന്ന എനിക്ക് സൗജന്യമായി നീതീകരണം, സൗജന്യമായി ഞാൻ നീതീകരിക്കപ്പെട്ടു. ഒനേസിമസ് പറയുന്നത് പോലെ എൻ്റെ മേലുണ്ടായിരുന്ന കടം പൗലോസ് അതെന്ത് ചെയ്തു? എനിക്ക് വേണ്ടി അടച്ചിട്ട് എൻ്റെ കടം എഴുതി തള്ളി, എന്നെ സൗജന്യമായി എന്നെ നീതീകരിച്ചു. ഓക്കെ, 10ാമത്തെ വാക്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനി 11ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവനിൽ, അപ്പം ഈ പറഞ്ഞു വരുന്ന വാക്യങ്ങൾ എല്ലാം ആരെ കുറിച്ചാ പറഞ്ഞത്? ക്രിസ്തുവിനെ കുറിച്ചാ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഇതെവിടെ ഈ വാക്യം എഴുതിയിരിക്കുന്നത്? എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. എനിക്ക് പൗലോസിന്റെ ഒരു കാര്യം, തൻ്റെ അഭിപ്രായമല്ല ഈ റോമാലേഖനത്തിൽ പറയുന്നത്. നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല എന്ന് പൗലോസ് 3:9 പറഞ്ഞു നിർത്തുമ്പോൾ അടുത്ത 3:10 പറയുക, അതെന്റെ അഭിപ്രായമല്ല, തിരുവെഴുത്തും ഇത് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പാപത്തെക്കുറിച്ച്, നീതിമാൻ ആരുമില്ല എന്ന് തിരുവെഴുത്തിനെ ബേസ് ചെയ്തിട്ടാ പറയുന്നത്. 4-ാം അധ്യായത്തിൽ വിശ്വാസത്താലുള്ള നീതിയെ കുറിച്ച് പൗലോസ് സ്ഥാപിക്കുമ്പോൾ എന്താ പറയുന്നത്? തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം പ്രവൃത്തിയാലല്ല, ദൈവത്തിൽ താൻ വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. അപ്പൊ നമ്മുടെ നീതീകരണത്തെ കുറിച്ച് പറയുന്നത് തിരുവചനത്തെ ബേസ് ചെയ്താ, നമ്മുടെ രക്ഷയെ കുറിച്ച് പറയുന്നത് തിരുവചനത്തെ കുറിച്ച് ബേസ് ചെയ്താ. അതുകൊണ്ട് ഇത് പൂർണ്ണമായി വിശ്വസിക്കാൻ പ്രിയരെ. ഇതൊരു വ്യക്തിയുടെ അഭിപ്രായമല്ല, ഇത് ഒപ്പീനിയനല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഇതെന്ന് മനസ്സിലാക്കണം. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് പൗലോസ് ഇവിടെ ഉദ്ധരിച്ച് കോട്ട് ചെയ്ത് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:16. അവിടെ ഒരു പദമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവം യേശുക്രിസ്തുവിൽ കൂടെ ചെയ്ത പ്രവൃത്തിയിൽ വിശ്വസിക്കുകയും, ദൈവത്തിൽ വിശ്വസിക്കുകയും, ക്രിസ്തു ചെയ്ത പ്രവൃത്തിയിലും വിശ്വസിക്കുകയും. അപ്പൊ ദൈവത്തിലും ക്രിസ്തുവിലും വിശ്വസിക്കുന്ന ആരും ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. എന്താ ഇതിന്റെ അർത്ഥം? ലജ്ജിച്ചു പോകത്തില്ല. ഇത് ആ ഫൈനൽ ജഡ്ജ്മെന്റിനോടുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്. അവസാനത്തെ ആ ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്. യേശുവിൽ വിശ്വസിക്കാത്ത, യേശുവിന്റെ രക്ഷ പ്രാപിക്കാത്ത ഓരോരോ വ്യക്തിയും ആ ദിവസം ലജ്ജിച്ചു പോകും. എന്നാൽ യേശുവിനെ വായും കൊണ്ട്
കർത്താവെന്ന് ഏറ്റു പറയുന്ന ഒരു വ്യക്തി ആ ദിവസം എന്തായിത്തീരും? ലജ്ജിച്ചു പോകത്തില്ല. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 38-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമല്ലോ. മർക്കോസിന്റെ സുവിശേഷം 8:38. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അതിനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. കണ്ടോ? 38-ാമത്തെ വാക്യത്തിൽ എന്നെയും എന്റെ വചനത്തെയും, ആ വചനം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുമ്പോൾ 34-ാമത്തെ വാക്യം നോക്കിക്കേ. എന്റെ പിന്നാലെ വരുന്നവൻ, എന്റെ പിന്നാലെ വരുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. അപ്പൊ ഗോസ്പലാണ് അവിടെ പറയുന്നത്, സുവിശേഷമാണ്. ആ വേർഡ്സ് ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ സുവിശേഷത്തെയും യേശുവിനെ കുറിച്ച് ഇന്നൊരാൾ ലജ്ജിച്ചാൽ ആ ദിവസം ആ വ്യക്തി ലജ്ജിക്കേണ്ട വരും. എന്നാൽ അതിനെ വിശ്വസിക്കുന്ന ആ വ്യക്തിക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ട ആവശ്യം വരത്തില്ല. അതിനെ റിജക്റ്റ് ചെയ്താൽ, അതിനെ ഉൾക്കൊള്ളാതിരുന്നാൽ ആ ദിവസം എന്ത് ചെയ്യും? ലജ്ജിക്കേണ്ട വരും. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യവും ഇതിനോട് ബന്ധപ്പെട്ടാണ് പത്രോസും പറയുന്നത്. 1 പത്രോസ് 2:7. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ല്, ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും ആയിത്തീർന്നു. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മള് മാന്യന്മാരാകുകയാണെന്നാണോ? സമൂഹത്തിൽ നമുക്കൊരു മാന്യത കിട്ടുവാണെന്നാണോ? യേശുവിനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഒരു മാന്യത കിട്ടും, അതാണോ അതിന്റെ അർത്ഥം? നമ്മൾ ആ പത്രോസിന്റെ ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വായിക്കണം. ആ പത്രോസ് ലേഖനം എഴുതുമ്പോൾ അന്നത്തുണ്ടായിരുന്ന ദൈവമക്കൾ വളരെ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോവുക. അപ്പൊ അവർക്ക് എങ്ങനെ ഈ വാക്യം മനസ്സിലായത്? യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ മാന്യത കിട്ടും എന്ന് പറഞ്ഞാൽ പീഡനങ്ങളൊക്കെ അങ്ങ് നിൽക്കും, പ്രയാസങ്ങളൊക്കെ അങ്ങ് നിൽക്കും, പിന്നെ ആൾക്കാർ നമ്മളെ കളിയാക്കുന്നതൊക്കെ നിൽക്കും, നമ്മൾ വലിയ മാന്യന്മാരാകും സമൂഹത്തിൽ. അങ്ങനെയാണോ അവർ മനസ്സിലാക്കിയത്? അങ്ങനല്ല അവിടെ മനസ്സിലാക്കിയത്. ഓണർ എന്നാണ്, ഓണർ. അപ്പോൾ നമ്മള് ഈ മർക്കോസിന്റെ സുവിശേഷം, പിന്നെ റോമാലേഖനത്തിലും പത്രോസിന്റെ ഈ ലേഖനത്തിലെല്ലാം നമ്മൾ ഒരുമിച്ചങ്ങ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രഷ്യസ്, ആ ഓണർ എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തില, എന്നോടുള്ള ബന്ധത്തിലല്ല, നമ്മളോടുള്ള ബന്ധത്തിലല്ല. ക്രിസ്തു എനിക്ക് മാന്യനായി, ക്രൈസ്റ്റ് has become precious to me. I am honoring Christ. അതായത് ഒരു സമൂഹം മുഴുവനും ഈ മൂലക്കല്ലിനെ റിജക്റ്റ് ചെയ്ത് തള്ളി പറയുമ്പോൾ എനിക്ക് ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ കാണുവാനും ആ ക്രിസ്തു എൻ്റെ പ്രഷ്യസ് ആയി തീരുവാനും ഇടയായി തീരുന്നത്, അതിനെക്കുറിച്ചാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എൻ്റെ 6-ാമത്തെ വാക്യം നോക്കും. 1 പത്രോസ് 2:6. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായിരിക്കുന്ന മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. അപ്പം ആ കല്ല് എന്തുവാ? ശ്രേഷ്ഠവും മാന്യവുമുള്ള കല്ല. അപ്പം ശ്രേഷ്ഠവും മാന്യവും എന്നൊക്കെ വിളിക്കുന്നത് എന്നെയല്ല, ആരെയാ വിളിക്കുന്നത്? നമ്മളെയല്ല, ക്രിസ്തുവിനെ കുറിച്ചാ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. കണ്ടോ? അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല. അത് തന്നെയാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കണ്ടത്, റോമാലേഖനത്തിലും കണ്ടത്. ആ കർത്താവ് ആരാണ്? ശ്രേഷ്ഠവും മാന്യവും. അപ്പോൾ ആ കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. യു ഓണർ ക്രൈസ്റ്റ്. ഇപ്പൊ ഞാനൊരു 2-3 കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇപ്പം ഒരു ഉദാഹരണം, ക്രിസ്തു പ്രഷ്യസ് ആണെന്ന്, ക്രിസ്തു ശ്രേഷ്ഠമാണെന്ന്
മാന്യമാണെന്ന് എനിക്ക് മനസ്സിലായത് എപ്പോഴാ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഒരു ഫുഡ് എനിക്ക് വാല്യൂ ആകുന്നത് എപ്പോഴാ? ഒരു ആഹാരം എനിക്ക് വാല്യൂ ആകുന്നത് എപ്പോഴാ? അതില്ലാതിരിക്കുമ്പോഴാ, ഇല്ലേ? എനിക്ക് ഒരു ഭക്ഷണം പോലും ഇല്ലാതിരിക്കുമ്പോൾ എന്തേലും കിട്ടിക്കഴിയുമ്പോൾ അത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട്, വാല്യൂ ആയിട്ട് ഞാൻ കണക്കാക്കും, അല്ലേ? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരു വിന്റർ, വളരെ സ്നോ ഒക്കെ വീഴുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നെന്ന് വിചാരിച്ചു, അവിടെ ധരിക്കേണ്ട ഒരു വസ്ത്രം നമ്മൾ കൊണ്ടുപോയില്ലെന്നങ്ങ് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ആരും ചെയ്യത്തില്ല, പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുക, അങ്ങനെ കൊണ്ടുപോയില്ല. അവിടെ വളരെ തണുത്ത് ഇരിക്കുന്ന ആ സമയത്ത് ഒരാൾ കൊണ്ടുവന്ന് നമുക്കൊരു ബ്ലാങ്കറ്റ് നൽകുമ്പോൾ ആ ബ്ലാങ്കറ്റ് നമുക്ക് എന്തോ വാല്യുബിളാ, അല്ലേ? കാരണം ആ ഒരു സാഹചര്യത്തിൽ, ഏഹ്, വല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് ലഭിച്ചു എന്നുള്ള ആ ആ ആ വാല്യൂ. മെഡിസിൻ നോക്കിക്കേ, രോഗിയായിരിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് കാലിലൊരു വേദന വന്ന് ഞാനും മമ്മിയും കൂടെ ഒരു ദിവസം, ഞാൻ നാട്ടിലായിരുന്നു ആ സമയത്ത്. നമ്മുടെ ഇവിടുത്തെ പോലല്ല, ഇവിടെ 24 hours ഫാർമസി ഉണ്ട്. ഞങ്ങളുടെ ഏരിയയിലൊന്നും 24 hours ഫാർമസി ഇല്ല. എനിക്ക് രാത്രി 2 മണിയായപ്പോൾ വേദന അങ്ങോട്ട് കൂടി വല്ലാതെ വന്നു. ഞാൻ ഉറങ്ങാതെ ഒരു 3-3:30 ആയപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ആ വയ്യാത്ത കാലും കൊണ്ട് ആ ഏരിയയിലുള്ള സകല ഫാർമസിയും ചെക്ക് ചെയ്തിട്ട് ഒരിടത്തും ഓപ്പൺ അല്ല. ഞാൻ ഉറങ്ങിക്കിടന്നവരെല്ലാവരെയും വിളിച്ചു. കാരണം നാട്ടിൽ ഈ നമ്പറും കൊടുക്കുന്നുണ്ടല്ലോ, മൊബൈൽ നമ്പറുകൾ ഈ ഗൂഗിളിനകത്ത്. അവിടെയുള്ള എല്ലാ ഫാർമസിസ്റ്റിനെയും 3:30 ഞാൻ എഴുന്നേൽപ്പിച്ചു. പുല്ലൂരുള്ള മിക്കവാറും ഉള്ള 10-15 പേരെ എഴുന്നേൽപ്പിച്ചു. പാവങ്ങളെല്ലാം എഴുന്നേറ്റ് അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഓപ്പൺ അല്ല സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ സമയത്ത് ചിന്തിക്കുക, ആരെങ്കിലും ഞാൻ ആ ഉദ്ദേശിക്കുന്ന ആ മരുന്ന് അതൊന്ന് എനിക്ക് കിട്ടിയാൽ എന്ത് വാല്യുബിളാ, അത് ഒരെണ്ണം മതി. ആ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ആ വാല്യൂ എനിക്ക് മനസ്സിലാകുന്നത് പോലെ, ഞാൻ ആരാണെന്ന് ആദ്യം മനസ്സിലായെങ്കിൽ മാത്രമേ ക്രിസ്തു എനിക്ക് വാല്യുബിൾ ആകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? 5-ാം അധ്യായം, റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആരാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. 8-ാം വാക്യം, God demonstrate his own love towards us in that while we were yet sinners, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. 10-ാമത്തെ വാക്യം, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. സ്തോത്രം. അടുത്ത അതിന്റെ മേളിലുള്ള വാക്യം, 6-ാമത്തെ വാക്യം, ഫോർ വൈൽ വി വർ സ്റ്റിൽ ഹെൽപ്ലെസ്, നാം ബലഹീനരായിരിക്കുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു കാര്യം ഒരു മനുഷ്യൻ ഗ്രഹിച്ചാൽ ക്രിസ്തു എത്ര വിലപ്പെട്ടവനെന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. എന്റെ പകരക്കാരനായി, സ്തോത്രം. ഞാൻ ഹെൽപ്ലെസ്സാ, ഞാൻ ബലഹീനന, എന്നെ കൊണ്ട് പറ്റത്തില്ല ദൈവത്തിന്റെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ. അയ്യോ, അതിന് എൻ്റെ പകരക്കാരനായി ക്രിസ്തു വന്ന് ജീവിച്ചു, എൻ്റെ പകരക്കാരനായി ക്രൂശിൽ താൻ മരിച്ചു എന്നുള്ള കാര്യം അത് ഗ്രഹിക്കുമ്പോൾ, ക്രൈസ്റ്റ് ഇസ് സോ വാല്യുബിൾ ടു മീ. സ്തോത്രം, ശ്രേഷ്ഠം. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഇന്ന് പാടിയത്, യേശുവേ നിന്റെ രൂപം, യേശുവേ നിന്റെ രൂപമേ എത്ര സൗന്ദര്യം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്താവിന്റെ മുഖം, കർത്താവിന്റെ ജീവിതം, കർത്താവ് ഈസ് എവറിത്തിങ് ടു ഹിം, പ്രഷ്യസ് ടു ഹിം. അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഈ ക്രിസ്തു നമുക്ക് മാന്യനും ഈ ക്രിസ്തു നമുക്ക് ശ്രേഷ്ഠമായിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം, ഞാൻ എത്ര അഭക്തനും പാപിയും ശത്രുവും ബലഹീനനുമായിരുന്നു, എന്നാൽ ക്രിസ്തു എൻ്റെ പകരക്കാരനായി മരിച്ചു. എൻ്റെ ആ പൂർണ്ണസിനെ, എൻ്റെ ആ ദാരിദ്ര്യത്തെ, ആത്മീകമായിരിക്കുന്ന ദാരിദ്ര്യത്തെ ഞാൻ ഗ്രഹിച്ചപ്പോൾ കർത്താവ് എന്നെ ആശ്വസിപ്പിച്ചു, എനിക്ക് രക്ഷ നൽകി എന്നുള്ള ആ സത്യം ബോധ്യമാകുമ്പോൾ ക്രൈസ്റ്റ് ഇസ് പ്രഷ്യസ് ടു മീ. രണ്ടാമത്തെ കാര്യം, നമ്മളെ സഹായിച്ച ഒത്തിരി പേരില്ലേ, നമ്മുടെ അമ്മയപ്പന്മാരും, അവർക്ക് നമ്മൾ കടപ്പെട്ടവരല്ലേ, അല്ലേ? അവർ പേരൻസ്, അബൌട്ട് അവർ ടീച്ചേഴ്സ്, നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. നമ്മൾ ഒരു വാക്ക് താങ്ക് യു അവരോട് പറയും.
നമ്മുടെ കൂട്ടുകാർ, നല്ല സ്നേഹിതന്മാരുണ്ട്, നമ്മളെ കറക്റ്റ് ചെയ്ത സ്നേഹിതന്മാരുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്ത സ്നേഹിതന്മാരുണ്ട്. നമ്മൾ അവരെ കാണുമ്പോൾ അവരോട് നന്ദി പറയും, ഇടയ്ക്കൊന്ന് സംസാരിക്കും, വിളിക്കും. ദേ ആർ അവർ ബെനിഫാക്ടേഴ്സ്, ദേ ഹെൽപ്ഡ് us. എന്നാൽ ക്രിസ്തു ചെയ്ത കാര്യം ഉലകത്തിൽ ഒരു മനുഷ്യനും നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ? നമ്മുടെ അപ്പനും അമ്മയും, നമ്മുടെ സഹോദരങ്ങളോ, നമ്മുടെ കൂട്ടുകാരോ, നമ്മുടെ ടീച്ചേഴ്സോ ചെയ്യാത്ത, അതിന് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ക്രിസ്തു ചെയ്ത കാര്യം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ? വി കനോട്ട് കമ്പയർ ഇറ്റ്. അതുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് ശ്രേഷ്ഠവും മാന്യവും. മൂന്നാമത്തത് എന്റെ പ്രത്യാശ മുഴുവനും വി ഹാവ് കെപ്റ്റ് ഓൾ അവർ ഹോപ്സ് ഇൻ ഹിം. എന്റെ പ്രത്യാശയും എൻ്റെ മുമ്പോട്ടുള്ള ഫ്യൂച്ചർ എല്ലാം എൻ്റെ ബാങ്ക് ബാലൻസിലോ, എൻ്റെ ഇൻഷുറൻസിലോ, എൻ്റെ ഒരു ജോബ് സെക്യൂരിറ്റിയിലോ അല്ല വെച്ചിരിക്കുന്നത്. ഇതെല്ലാം മാറിപ്പോകും. മൈ ഹോപ്പ് ഇസ് സെറ്റ് ഇൻ ഹിം. സ്തോത്രം. മൈ ഹോപ്പ് ഇസ് സെറ്റ് ഇൻ ഹിം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ പ്രവൃത്തിയെയും മാറ്റിക്കളഞ്ഞാലേ എന്തേലും പ്രത്യാശമുണ്ടോ? എന്തേലും പ്രത്യാശമുണ്ടോ? ക്രിസ്തുവിനെയും ക്രിസ്തു ചെയ്ത പ്രവൃത്തിയെയും ബ്ലോട്ട് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ there is no other way, there is no hope. നാലാമത്തെ കാര്യം, എനിക്ക് ക്രിസ്തു എന്തുകൊണ്ടാണ് പ്രഷ്യസും മാന്യവും ശ്രേഷ്ഠം എന്ന് പറയട്ടെ? ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. ഇതുപോലൊരു പുരുഷനെ എങ്ങും കാണാൻ പറ്റത്തില്ല. സ്തോത്രം. പാപികളോടുകൂടെ ആ വംശാവലിയൊക്കെ പഠിക്കുമ്പോൾ, യേശുവിന്റെ വംശാവലിയൊക്കെ പഠിക്കുമ്പോൾ പാപികളോടുകൂടെ ആ വംശാവലി ക്രിസ്തുവിന്റെ പേരുമുണ്ട്. എന്നാൽ പാപികളിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു, സെപ്പറേറ്റഡ് ഫ്രം സിനേഴ്സ്. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. നമ്മളെ അട്രാക്ട് ചെയ്ത വേറെ ഏതെങ്കിലും ഒരു പേഴ്സൺ ഉണ്ടോ ക്രിസ്തു അല്ലാതെ? അല്ലേ? ഇപ്പൊ രാത്രി നമ്മൾ എഴുന്നേറ്റ് വെള്ളിലോട്ടിറങ്ങി നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ അങ്ങ് തിളങ്ങുകയല്ലടോ, ഭയങ്കര തിളക്കമാണ് നക്ഷത്രങ്ങൾ. പക്ഷെ രാവിലെ 6 മണിയാകുമ്പോൾ ഒറ്റ നക്ഷത്രത്തെ പോലും കാണാൻ പറ്റത്തില്ല. കാരണം എന്താ അറിയാമോ? ആ നക്ഷത്രങ്ങളുടെ ആ മിനുക്കുകളെ, ആ നക്ഷത്രങ്ങളുടെ ആ ലൈറ്റിനെയൊക്കെ മായ്ച്ചു കളയുന്ന ഒരു സൂര്യൻ ഉദിച്ചിരിക്കുക. അപ്പം ക്രിസ്തുവാകുന്ന നീതി സൂര്യൻ ഉദിക്കുമ്പോൾ ബാക്കി സകല നക്ഷത്രങ്ങളും മറഞ്ഞു പോകുന്നത് പോലെ ക്രിസ്തുവാകുന്ന ആ ശ്രേഷ്ഠവും മാന്യവുമായിരിക്കുന്ന ആ നീതി സൂര്യനായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ തൻ്റെ ആ വിശുദ്ധി, തൻ്റെ പ്യൂരിറ്റി, തൻ്റെ ഹോളിനെസ്, തൻ്റെ ആ ലവ്, തൻ്റെ സ്നേഹം, സെൽഫ് ഗിവിങ്, ദാസനെ പോലെ സേവ ചെയ്തവൻ. അതില്ല നമ്മളിന്ന് പാടിയത്, ദാസനെ പോലെ സേവ ചെയ്തവൻ. സ്തോത്രം. പാപികളുടെ എതിരെ അവരെ ത്രട്ടൻ ചെയ്യാതെ, അവരെ ഭീഷണിപ്പെടുത്താതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച, പാപികളുടെ ആ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടേ എന്നാണ് നമ്മൾ പാടിയ പ്രിയരെ. സ്തോത്രം. തൻ്റെ പിതാവിന്റെ ഹിതം എപ്പോഴും മോദമോടെ ചെയ്തവനെ. സ്തോത്രം. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചവനെ. ലോകസ്ഥാനങ്ങളും സാത്താൻ മാനങ്ങളും വെറുക്കും ദൈവവീരനെ. സ്തോത്രം. ഇതുപോലെ വേറൊരു പുരുഷൻ ലോകത്തിലെ ആരെങ്കിലും അട്രാക്ട് ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. കേരളത്തിൽ മാത്രമല്ല, സ്തോത്രം, ഇന്ത്യയിൽ മാത്രമല്ല, ഭൂമിയുടെ ഏത് സൈഡിൽ ചെന്നാലും we see the person of Christ attracting people. എനിക്ക് പണ്ട് ഞാനൊരു JC റയൽ എന്ന് പറയുന്ന ഒരു ദൈവദാസനും തൻ്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു കഥ, ഒരു ഇൻസിഡന്റ്, കഥയല്ല, ഒരു ഇൻസിഡന്റ് എൻ്റെ മനസ്സിൽ ഓടി വന്നു. താൻ ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഏത് സ്ഥലമെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ വർഷം മുമ്പേ ഞാൻ വായിച്ചൊരു 10-15 വർഷം മുമ്പേ ഞാൻ വായിച്ചൊരു പുസ്തകം. അതിൽ ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഒരു ചെറിയൊരു കോട്ടേജ് ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഇംഗ്ലീഷിലാണ് ശുശ്രൂഷ നടക്കുന്നത്, സർവീസ് നടക്കുന്നത്. അപ്പം സ്കോട്ട്ലാൻഡ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, എന്തോ ആയിക്കോട്ടെ. അപ്പം ആ വില്ലേജിൽ നിന്ന് ഒരു അമ്മച്ചി
ഈ കോട്ടേജ് ചർച്ചിലേക്ക്, ചെറിയ കോട്ടേജ് ചർച്ചിലേക്ക്, ഇംഗ്ലീഷ് സർവീസ് നടക്കുന്ന ഈ ചർച്ചിലേക്ക് ഈ അമ്മച്ചി കിലോമീറ്ററുകൾ നടന്ന് ഈ കോട്ടേജ് ചർച്ചിലേക്ക് ചെല്ലും, എല്ലാ ഞായറാഴ്ച ചെല്ലും. അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് പോകുന്ന എല്ലാ ദിവസവും ഞായറാഴ്ച ഈ അമ്മച്ചി പോകുന്ന എല്ലാവർക്കും കാണാം, ഗ്രാമത്തിലുള്ളവർക്ക് കാണാം ഇവരിങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്. ഒരു ദിവസം ആ ഗ്രാമത്തിലുള്ളവർ ചോദിച്ചു, അമ്മച്ചി ഈ മീറ്റിങ്ങിൽ അമ്മച്ചി എന്തിനാ പോകുന്നത്? ഈ ഇംഗ്ലീഷ് മീറ്റിങ്ങിന് എന്തിനാ അമ്മച്ചി പോകുന്നത്? അമ്മച്ചി ഇംഗ്ലീഷിന്റെ ഒരു വാക്ക് എന്തെങ്കിലും അറിയോ? അപ്പോൾ അമ്മച്ചി പറഞ്ഞില്ല, എനിക്ക് ഇംഗ്ലീഷിന്റെ ആ ഒരു വാക്ക് പോലും അവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇംഗ്ലീഷ് ആണോ വേറെ ലാംഗ്വേജ് ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, എനിക്കത് മനസ്സിലാകുന്നില്ല. പിന്നെ എന്തിനാ ഈ പോകുന്നതെന്ന് ചോദിച്ചു ഗ്രാമത്തിലുള്ളവർ. പിന്നെ എന്തിനാ ഞായറാഴ്ച എഴുന്നേറ്റിരിക്കുന്ന കിലോമീറ്ററുകൾ നടന്നു പോകുന്നത്? അപ്പൊ അമ്മച്ചി പറഞ്ഞത്, അവിടെ എഴുന്നേറ്റ് പ്രസംഗിക്കുന്ന പ്രാസംഗികൻ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷേ ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് എപ്പോഴും പുള്ളി യേശു യേശു എന്ന് പറയാറുണ്ട്. അത് കേൾക്കാൻ ഞാൻ ഈ ഞായറാഴ്ച പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് യഥാർത്ഥമായി നടന്നൊരു ഇൻസിഡന്റാ. പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഇത്. ആ അമ്മച്ചി എല്ലാ ദിവസവും ഞായറാഴ്ച അട്രാക്ട് ചെയ്യുന്നത് എന്താ? ജീസസ്, യേശു എന്ന ആ പുരുഷൻ, ജീസസ് ദ മാൻ, ദ ഗോഡ്. അപ്പം 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. റോമാലേഖനം 10-ാം അധ്യായം. തന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യില്ല? ലജ്ജിച്ചു പോകുകയില്ല. ഓക്കെ, 11-ാമത്തെ, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ച് പോകുകയില്ല. അവിടെ ജഡ്ജ്മെന്റിനോടുള്ള ബന്ധത്തിലാണ്. ആ അന്ത്യനാളിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളല്ലായിരിക്കാം, പക്ഷെ അവൻ വെളിപ്പെടുമ്പോൾ യേശുവിൽ വിശ്വസിച്ച ഒരു ദൈവവൈതലും ലജ്ജിച്ചു പോകുകയില്ല. കാരണം യേശു നൽകുന്ന രക്ഷ, ആ പ്രോമിസ്, അത് സർട്ടനാ. ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. 12-ാമത്തെ വാക്യം. അപ്പൊ ഇത്രയും പറഞ്ഞു വന്നപ്പം വിശ്വാസത്താലാണല്ലോ ഒരാളെ നീതീകരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇനി യഹൂദനെന്നില്ല, യവനനെന്നില്ല, വിശ്വസിക്കുന്ന ഏവനും, അല്ലേ? അതാ 12-ാമത്തെ വാക്യം. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. കർത്താവ് ഒരുവൻ തന്നെ, യഹൂദനായാലും യവനനായാലും. കാരണം എന്താ? യവനനെയും യഹൂദനെയും എങ്ങനെയാണ് രക്ഷിക്കപ്പെടുത്തുന്നത്? എങ്ങനെയാണ് നീതീകരിക്കുന്നത്? അവൻ സുവിശേഷത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് അവനെ നീതീകരിക്കുന്നത്. അത് യഹൂദനായിക്കൊള്ളട്ടെ, യവനനായിക്കൊള്ളട്ടെ. യഹൂദ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് രക്ഷ കിട്ടത്തില്ല കേട്ടോ. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് രക്ഷ കിട്ടത്തില്ല. യഹൂദനെ ഒന്ന് മാറ്റി വെച്ചത് ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് രക്ഷ കിട്ടത്തില്ല. ക്രിസ്ത്യ പേരുള്ളതുകൊണ്ട് രക്ഷ കിട്ടത്തില്ല. യേശുവിന്റെ ആ സുവിശേഷ വചനം വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയും, ക്രിസ്തുവിനെ കർത്താവ് എന്ന് വായും കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. അത് യഹൂദനായിക്കൊള്ളട്ടെ, യവനനായിക്കൊള്ളട്ടെ. ഇനി അത് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തത്, യഹൂദൻ എന്നില്ല, യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന. അപ്പം കർത്താവിനെ വിളിക്കുക. എന്തിനാ വിളിക്കുന്നത്? ഇവിടെയാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തിക്ക് ആദ്യം മനസ്സിലാകണം എനിക്ക് എന്തിനായി സുവിശേഷം ആവശ്യമെന്ന്, അല്ലേ? ഒരു രോഗി ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ആ രോഗി അറിയണം താൻ രോഗിയാണ് എന്നെങ്കിൽ മാത്രമേ ആ രോഗത്തിന്റെ കാര്യം താൻ വളരെ സീരിയസ് ആയി എടുക്കുകയും ആ ട്രീറ്റ്മെന്റിൽ വിധേയപ്പെടുകയും ചെയ്യുന്നത് പോലെ ഒരു വ്യക്തി അറിയണം എന്തുകൊണ്ടാണ് യേശുവിനെ താൻ സ്വീകരിക്കേണ്ടതും സുവിശേഷം എന്തുകൊണ്ട് വിശ്വസിക്കണം. കാരണം എന്താ? താൻ പാപിയാണ്, താൻ ഹെൽപ്ലെസ് ആണ്, ദൈവത്തിന്റെ ഡിമാൻഡിന്റെ മുൻപാകെ ഈ നീതീകരിക്കപ്പെടുകയില്ല എന്ന് താൻ മനസ്സിലാക്കണം. താൻ നരകത്തിലേക്ക് പോവുകയാണെന്ന് താൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? 12-ാമത്തെ വാക്യം, തന്നെ വിളിച്ചപേക്ഷിക്കത്തുള്ളൂ. കർത്താവേ, ഇല്ലേ? ഒരാൾ കുഴിയിലാണെന്ന് അറിഞ്ഞെങ്കിലില്ലേ
മേളിൽ നിൽക്കുന്നവനെ വിളിച്ചപേക്ഷിക്കത്തുള്ളൂ, കർത്താവേ എന്നെ രക്ഷിക്കണേ. അപ്പൊ കുഴിയിലല്ല, ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ഏറ്റവും നല്ല സ്ഥലത്താണെന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിക്കൂ? പറ്റത്തില്ല. അപ്പൊ സുവിശേഷം ആദ്യം പറയുന്നത്, മോനെ നീ കുഴിയില്ല, നീ നിന്റെ ബലം കൊണ്ട് വരികയില്ല എന്ന് ആദ്യം ആ ബോധ്യം വരുമ്പോൾ മാത്രമേ വിളിച്ചപേക്ഷിക്കത്തുള്ളൂ. ഇല്ലേ? ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ആ, ആ, ഉം, സങ്കീർത്തനം 40-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. 40-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം മുതൽ നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ കഴിയും. ഞാനൊന്ന് വായിക്കാം, 40-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നിലവിളി കേട്ടു. എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിലവിളിക്കുന്നത്? 2-ാമത്തെ വാക്യം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അപ്പൊ എന്തുകൊണ്ടാണ് നിലവിളിച്ചത്? നാശകരമായിരിക്കുന്നത് കുഴിയിലാണ്, കുഴഞ്ഞ ചേറ്റിലാണ്. കുഴഞ്ഞ ചേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാലം വെക്കുമ്പോൾ മറ്റേ കാലം താഴോട്ട് പോയി. അപ്പൊ സ്വന്തം ബലം കൊണ്ട് മേളി വരാൻ പറ്റത്തില്ല എന്ന്, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? വിളിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ നിലവിളി കേട്ട്, എൻ്റെ നിലവിളി കേട്ട് നിലവിളിക്കുക. അതാണ് 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ കണ്ടത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ അവസ്ഥ, ഞാൻ നാശകരമായ കുഴിയിലാണെന്നും കുഴഞ്ഞ ചേറ്റിലാണ് എന്ന് മനസ്സിലാക്കി ഒരു വ്യക്തി വിളിക്കുമ്പോൾ എന്തു പറ്റും? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. സ്തോത്രം. ഇനി മടങ്ങി പെട്ടെന്ന് വരാം നമുക്ക് റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക്. അപ്പം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. 12-ാമത്തെ വാക്യം, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം. അവിടെ ആ വേർഡ് കണ്ടോ? എല്ലാവർക്കും. എല്ലാവർക്കും എന്നുള്ള വേർഡുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ രക്ഷയുടെ വഴി ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ, എല്ലാവർക്കുമാണ്. എന്നാല് 9-ാമത്തെ വാക്യം നോക്കിക്കേ. 9-ാമത്തെ വാക്യം, യേശുവിനെ കർത്താവെന്ന് വായും കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ 2 കാര്യം മനസ്സിലാക്കണം. രക്ഷ വ്യക്തിപരമാണ്. രക്ഷ എല്ലാവർക്കുമാണെങ്കിലും എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള സത്യം ഇവിടെ മനസ്സിലാക്കണം. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുന്ന നീ പേഴ്സൺ രക്ഷിക്കപ്പെടും. പേഴ്സണലാ. അതാണ് 40-ാം സങ്കീർത്തനം നോക്കിക്കേ. അവിടെ ആ ബഹുവചനത്തിലല്ല, ഏകവചനത്തിലല്ല എഴുതിയിരിക്കുന്നത്, അല്ലേ? ഏകവചനത്തിലാണ് എഴുതിയിരിക്കുന്നത്. 40-ാം സങ്കീർത്തനം അതിന്റെ 1 നോക്കിക്കേ. ഞാൻ യഹോവയ്ക്കായി കാത്തുകേർത്തു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു. 2, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എൻ്റെ കാലുകളെ, എൻ്റെ ഗമനത്തെ. അങ്ങനെ എഴുതിയിരിക്കുന്നില്ലേ? എന്നിട്ട് 3-ാമത്തെ വാക്യം, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട്. അപ്പൊ രക്ഷ വ്യക്തിപരമാണ്, പേഴ്സണാണ്. എന്നാൽ പക്ഷെ ഗാനം നോക്കിക്കേ. 3-ാമത്തെ വാക്യം 40-ന്റെ 3 നോക്കിക്കേ. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, എൻ്റെ ദൈവത്തിൽ നിന്നല്ല, നമ്മുടെ ദൈവത്തിന്. എന്ന് പറഞ്ഞാൽ എന്നെ പോലെ വ്യക്തിപരമായി രക്ഷിക്കപ്പെട്ടവരുടെ സംഘത്തിൽ ഞാൻ വരുമ്പോൾ എന്തോ പാടുന്നേ? നമ്മുടെ ദൈവത്തിന്. അതായത് എന്നെ പോലാണ് ഈ ബ്രദർ രക്ഷിക്കപ്പെട്ടത്, എന്നെ പോലാണ് ആ സിസ്റ്റർ രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ ദൈവത്തിന് സ്തുതി, സ്തോത്രം. അപ്പം രക്ഷ വ്യക്തിപരമാണ് എന്ന് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. റോമാലേഖനം 10-ന്റെ 9 നമ്മൾ അതാണ് കണ്ടത്. അപ്പൊ രക്ഷ, സാൽവേഷൻ ഇസ് ഫോർ ഓൾ. രക്ഷ എന്ന സകലർക്കും കർത്താവ് ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിലും ഇൻവിറ്റേഷൻ ഇസ് ഫോർ ഓൾ. എന്നാൽ രക്ഷിക്കപ്പെടുന്നത് ആ വ്യക്തിപരമായി യേശുവിനെ ഉള്ളത്തിൽ കർത്താവെന്നും വിശ്വസിച്ച് ഏറ്റുപറയുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ 9-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കിക്കൂ. ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത്. അപ്പൊ രക്ഷയുടെ ത്രികാല അനുഭവം നമ്മളൊന്ന് മനസ്സിലാക്കണം. വാക്യങ്ങൾ റെഫറൻസ് മാത്രം ഞാൻ തരുന്നുള്ളൂ, നിങ്ങൾ വായിക്കണം. ഒന്ന്, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:8-9 വാക്യം വായിക്കുമ്പോൾ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9, കൃപയാൽ അല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് പാസ്റ്റ് ടെൻസിലാ അല്ലെ, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഫിലിപ്പിയ ലേഖനം അല്ലെങ്കിൽ 1 കൊരിന്ത്യർക്ക് ലേഖനം 1:18, 1 കൊരിന്ത്യർ 1:18, ഫസ്റ്റ് കൊരിന്ത്യൻസ് 1:18, 1:18, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആ കാണിക്കുന്നത്. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, രക്ഷിക്കപ്പെട്ടു. എഫെസ്യർ 2:8 പറഞ്ഞു. 1 കൊരിന്ത്യർ 1:18 രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, രക്ഷിക്കപ്പെടുന്നവർക്ക്. അപ്പൊ ആ രക്ഷയുടെ പൂർണ്ണമായിരിക്കുന്ന അവസ്ഥ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ലെന്നാണ് ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫിലിപ്പിയർ 2:12 നമുക്ക് ആ കാണാൻ കഴിയും. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ഔട്ട് ഫോർ യുവർ സാൽവേഷൻ, പ്രവർത്തിക്കണം. ഓക്കെ. ഇനി 1 പത്രോസ് 1:5, അത് മലയാളത്തിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എന്നത്. ഇംഗ്ലീഷിൽ വായിക്കാം. 1 പത്രോസ് 1:5. Who are protected by the power of God through faith for a salvation ready to be revealed in the last time. അതിന്റെ മലയാളത്തില് 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം 1 പത്രോസ് 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോ കണ്ടോ, 4-ാമത്തെ വാക്യം, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പൊ രക്ഷയുടെ ത്രികാല അനുഭവമാണ് നമ്മളിവിടെ കണ്ടത്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഓക്കെ. അപ്പൊ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ദൈവം നമ്മളെ നീതീകരിച്ചു, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. ഓക്കെ. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ അർത്ഥം വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ, നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്, അത് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണത്തെ കുറിച്ച് കാണിക്കും. അപ്പൊ നീതീകരിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കർത്താവിന്റെ വരവ് വരെ വിശുദ്ധീകരിക്കപ്പെടും. കേട്ടോ, ആരും വിശുദ്ധനായിട്ടില്ല, ആകത്തുമില്ല. കർത്താവിന്റെ വരവ് വരെ നമ്മൾ എന്ത് ചെയ്യും? വിശുദ്ധീകരിക്കപ്പെട്ടോണ്ടേയിരിക്കും. കർത്താവിന്റെ വരവ് വരുമ്പോൾ നാം തേജസ്കരിക്കപ്പെടും, ഗ്ലോറിഫിക്കേഷൻ. അങ്ങനെ രക്ഷയുടെ ത്രികാല അനുഭവം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. റോമാലേഖനത്തിലേക്ക് മടങ്ങി വന്നിട്ട് നമുക്ക് ആ വാക്യം വായിച്ച് നമുക്കവിടെ അത് നിർത്താം. 10:13, 10:12 നമുക്ക് മനസ്സിലായല്ലോ. എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകും. നമ്മുടെ കർത്താവ് ഇങ്ങനെ 10 പേർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ പറയുന്നതല്ല. എല്ലാവർക്കും, അതേത് സമൂഹത്തിലായിക്കൊള്ളട്ടെ, എത്ര വല്ല പാപി ആയിക്കൊള്ളട്ടെ, കഠിന പാപിയായിരുന്നാലും കർത്താവ് സമ്പന്നനാണ് തനിക്ക് രക്ഷ കൊടുക്കാൻ. അത് ഇന്ന് രാത്രിക്കാലം നമ്മൾ ഉറപ്പോടെ വിശ്വസിക്കണം. നമ്മുടെ കൂട്ടത്തിലോ കുടുംബത്തിലോ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തത് അനുഭവത്തിലാണെങ്കിൽ, വളരെ മെസ്റ്റപ്പായിരിക്കുന്ന അനുഭവത്തിലാണെങ്കിലും പ്രത്യാശ വിടരുത്. കർത്താവ് സമ്പന്നനാണ് ആ വ്യക്തിയെ രക്ഷിക്കാൻ. He is precious, he is full of riches to save that person. അതുകൊണ്ട് പ്രത്യാശ വിടാതെ നമുക്ക് പ്രാർത്ഥിക്കാം. 13-ാമത്തെ വാക്യം, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. ഇത് എവിടുന്ന ഈ വാക്യം? യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യമാണ് പൗലോസ് ഇവിടെ കോട്ട് ചെയ്യുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:32. അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? അവിടെ കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ,
യോവേൽ പ്രവാചന്റെ പുസ്തകത്തിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എന്ന് വിളിക്കുന്ന ആ കർത്താവ് ആരാ? ആ കർത്താവ് ആരാ? പഴയ നിയമത്തില് യഹോവയായ ദൈവം അല്ലേ? എന്നാൽ പൗലോസ് ആ വാക്യം എടുത്തിട്ട് ഇവിടെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് രക്ഷിക്കപ്പെടുമെന്ന് വിളിക്കുന്നത് ആരെയാ കർത്താവ് എന്ന് വിളിക്കുന്നത്? 9-ാം വാക്യം തൊട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ കർത്താവെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, യേശുവിന്റെ കർത്തൃത്വം, ജീസസ് ഇസ് ഗോഡ് എന്നിവിടെ പൗലോസ് സ്ഥാപിക്കുക ആ വാക്യത്തിൽ കൂടെയും. അപ്പൊ നമുക്ക് ആ രക്ഷയോടുള്ള ബന്ധത്തിൽ, വിശ്വാസത്താലുള്ള നീതീകരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ജീസസ് ഈസ് പ്രഷ്യസ് എന്നുള്ള വിഷയം നമുക്ക് മനസ്സിലാകുവാൻ കർത്താവ് ഇടയാക്കിയാലോ. അടുത്ത ആഴ്ച മുതൽ 14 തൊട്ടുള്ള വാക്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ.